അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത്വഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകളെ ആദരിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആദരിക്കുന്നത് ആരാധനയുടെ ആ രൂപത്തിലല്ല. എന്നാൽ ആദരിക്കുന്നതിന് പ്രതിഫലം നമുക്ക് അള്ളാഹു തരുകയും ചെയ്യും. ആദരവ് എന്താണ്? ആദരവ്, ബഹുമാനം എന്നൊക്കെ പറയുന്നത് അത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട നടപടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബൂദാവൂദ് രേഖപ്പെടുത്തുന്നൊരു ഹദീസ് അബൂ മൂസ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമതി ശൈബത്തിൽ മുസ്ലിം. ഒരു നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽപ്പെട്ടതാണ്. അഥവാ തലയും താടിയൊക്കെ നിരച്ച ഒരാളെ ബഹുമാനിക്കുക, അദ്ദേഹത്തെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, ഇത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എത്ര ഈ ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് എന്ന് നമുക്കിത് കേൾക്കുമ്പോൾ വിലയിരുത്താൻ സാധിക്കും. ഇന്ന് ആദരവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ആദരിക്കാൻ ആരും സന്നദ്ധരുമല്ല. ആരെങ്കിലും ആദരിച്ചാൽ എന്തെങ്കിലും കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുന്ന ആളുകളാണ് പലപ്പോഴും നമുക്ക് കാണുന്നത്. അങ്ങനത്തെ ആളുകളാണ് കൂടുതലും. എന്നാൽ പിന്നെ ഒരാളെ റസൂലുള്ളാഹി ആദരിക്കാൻ പറഞ്ഞത് വഹാമിൽ ഖുർആനി ഗൈരിൽ ഗാലിഫി, തീവ്രത കാണിക്കാത്ത, എന്നാൽ ഖുർആനിൽ നിന്ന് വൽ ജാഫി അന്നു, അകന്ന് പോകാതെ ആ ഖുർആനുമായി ബന്ധപ്പെട്ട് അതിന് മനഃപ്പാഠമുള്ള, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന, ഖുർആൻ മനഃപ്പാഠമുള്ള ഒരാളെ ബഹുമാനിക്കുക. അതുപോലെ വൈക്കറാമ ദി സുൽത്താൻ മുഖ്സത്തി, നീതിമാനായ ഭരണാധികാരിയെ ആദരിക്കുക. ഈ മൂന്ന് കൂട്ടം ആളുകളെ ആദരിക്കണം. ഒന്ന് നമ്മൾ പറഞ്ഞു, നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ. അതുപോലെ ഖുർആൻ മനഃപ്പാഠമുള്ള, ഖുർആനിൻ്റെ വിഷയത്തിൽ അതനുസരിച്ച് ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ആ ഒരു ഖുർആൻ മനഃപ്പാഠമുള്ള ഒരാളെ ആദരിക്കുക. നീതിമാനായ ഭരണാധികാരിയെ ആദരിക്കുക. ഈ മൂന്ന് ആദരവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ്, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ്. അതിൻ്റെ കൂലി നമുക്ക് അള്ളാഹു തരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ മിന്ന മല്ലം യർഹം സഗീറന, നമ്മിൽ നിന്ന് ചെറിയവരോട് കാരുണ്യം കാണിക്കാത്ത, വയഗ്രിഫ് ശറഫ കബീറന, നമ്മിൽ നിന്ന് വലിയ ആളുകളെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല. ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും വലിയ ആളുകളെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഇമാം തുർമുദി, ഇമാം അബൂദാവൂദ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദരവിനെയും ബഹുമാനത്തിനെയും ഇസ്ലാം പ്രാധാന്യത്തോടെ കാണുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ഒരു സന്ദേശം നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.